നിങ്ങൾ പലയിടങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ടാകും സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര റിസ്ക്കി ആണെന്നുള്ള കാര്യം. പക്ഷേ അതേസമയം ഭയങ്കര ഹൈ റിട്ടേൺസും തരുന്നുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും ഈ റിസ്ക്? നമ്മൾ പൈസ പോകുന്നതാണോ റിസ്ക്, അല്ലെ വേറെ എന്തെങ്കിലും കാര്യമാണോ? ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റോക്ക് മാർക്കറ്റിലെ 4 തരം റിസ്ക്കുകളാണ്. ഇതിൽ ഓരോ ലെവലായിട്ടാണ് ഈ റിസ്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ 4 റിസ്ക്കുകളും എന്താണെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്ക് മാർക്കറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ലെവൽ റിസ്ക് ആണ് വോളറ്റിലിറ്റി. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചാർട്ട് എടുത്തിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റി 50 ഇൻഡെക്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻഡെക്സ് എന്ന് അറിയില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ബേസിക്കലി ഇന്ത്യയിലെ ടോപ്പ് 50 സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. കാര്യം ഇത് മുകളിലേക്കാണ് പോയിരിക്കുന്നത്. നല്ല റിട്ടേൺസ് ആണ് വന്നിരിക്കുന്നത്. ലോങ് ടേമിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 12% ഒക്കെ റിട്ടേൺസ് നിങ്ങൾക്ക് ഇന്ന് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഇത് നേരെ സ്ട്രേറ്റ് ലൈനിലല്ല മുകളിലേക്ക് പോയിരിക്കുന്നത്. ഭയങ്കര വോളറ്റൈൽ ആയിട്ടുള്ള ജേണിയാണ്. മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു. ഇനി അതിനുള്ളിൽ തന്നെ മുകളിലേക്ക് പോകുന്നുണ്ട്, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നുണ്ട്, താഴേക്ക് വരുന്നുണ്ട്, വീണ്ടും മുകളിലേക്ക് പോകുന്നു, ഇടയ്ക്ക് ഭയങ്കരമായിട്ട് താഴേക്ക് വരുന്നു. അതിനുള്ളിൽ തന്നെ മുകളിലേക്ക് പോകുന്നു, താഴേക്ക്. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോഴും ഭയങ്കര വോളറ്റൈലായിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. ഇതാണ് ഫസ്റ്റ് റിസ്ക്. ഇനി നിങ്ങൾ ആലോചിക്കുന്നത് ഇതിലിപ്പോൾ എന്താ റിസ്ക്? എന്താ മുകളിലേക്ക് പോകുന്നില്ലേ, ഇടയ്ക്ക് താഴേക്ക് പോകുന്നില്ലേ ഉള്ളൂ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ വർഷത്തെയും കലണ്ടർ ഇയർ റിട്ടേൺസ് എടുത്ത് നോക്കാം. അപ്പോൾ നിഫ്റ്റിയുടെ ഓരോ വർഷത്തെ റിട്ടേൺസ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ചില വർഷങ്ങളിലൊക്കെ ഭയങ്കര ഹൈ റിട്ടേൺസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതേസമയം ചില വർഷങ്ങളിൽ ഭയങ്കര നെഗറ്റീവ് റിട്ടേൺസും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പൈസ മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ട് ഇട്ടിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ് ടേമിൽ 12% റിട്ടേൺ തരുമെന്ന് വിചാരിച്ച് ഈ വർഷം 12% നിങ്ങൾ എക്സ്പെക്ട് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ആ വർഷം ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് തരുന്ന റിട്ടേൺ -13% ആയിരിക്കും. തൊട്ടടുത്ത വർഷം -15% ആയിരിക്കും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത 2 വർഷവും നെഗറ്റീവ് റിട്ടേൺസ് ആണ് നിങ്ങൾ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അടുത്ത വർഷം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെയാണ് ഈ വോളറ്റിലിറ്റി ഒരു റിസ്ക് ആയി മാറുന്നത്. കാരണം ഈ നെഗറ്റീവ് റിട്ടേൺസ് കാണുമ്പോഴത്തേക്കും നിങ്ങൾ ഒരുപക്ഷെ പല ആൾക്കാരും ഒരുപക്ഷെ എന്താണ് പൈസ മൊത്തം എടുത്തിട്ട് സേഫ് ആയിട്ടുള്ള എല്ലാ സ്ഥലത്ത് കൊണ്ടിടും. പക്ഷേ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വോളറ്റിലിറ്റി താഴേക്ക് മാത്രമല്ല അത് മുകളിലേക്കും ഉണ്ട്. തൊട്ടടുത്ത വർഷങ്ങളായിട്ട് നല്ല പോസിറ്റീവ് റിട്ടേൺസ് ഉണ്ടാക്കുകയും ലോങ് ടേമിൽ നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ ഈ 12% ലെവലിലേക്ക് വീണ്ടും റിട്ടേൺസ് തന്നിട്ടുണ്ട്. പക്ഷേ അത് വോളറ്റൈൽ ആയിട്ടുള്ള ജേണിലൂടെ മാത്രമേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുള്ളൂ എന്നാണ് സത്യം. അപ്പോൾ ഇത് നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, സ്റ്റോക്ക് മാർക്കറ്റിൽ വോളറ്റിലിറ്റി വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വോളറ്റിലിറ്റി ആക്ച്വലി ഇല്ലായിരുന്നെങ്കിൽ അക്കാഡമിക് റിസർച്ച് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ റിട്ടേൺസ് തരില്ല. ഇമാജിൻ ചെയ്യ്, സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാ വർഷവും ഫിക്സ്ഡ് ആയിട്ട് FD പോലെ 12% റിട്ടേൺസ് തരാൻ വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും FDയിൽ പൈസ ഇടും? എല്ലാ പൈസയും എല്ലാവരും ഇന്ത്യക്കാർ മുഴുവൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടിടും. ഇങ്ങനെ എല്ലാവരും കൊണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിന് ആ റിട്ടേൺസ് തരാൻ പറ്റില്ല എന്നാണ് സത്യം. ആ വോളറ്റിലിറ്റി ഉള്ളതുകൊണ്ടും ആൾക്കാർ പൈസ വിഡ്രോ ചെയ്യുന്നതുകൊണ്ടും വല്ലപ്പോഴും ഇടുന്നതുകൊണ്ടുമാണ് ഈ ഒരു റിട്ടേൺസ് ലോങ് ടേമിൽ തരാൻ പറ്റുന്നത്. അതുകൊണ്ട് വോളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എനിമി ആയിട്ട് എടുക്കരുത്. ആ വോളറ്റിലിറ്റി സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ളതുകൊണ്ടാണ് ഇൻഹറൻ്റ്ലി ലോങ് ടേമിൽ നല്ല റിട്ടേൺസ് തരാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമോഷണൽ ഡിസിപ്ലിൻ നന്നായിട്ട് വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 വർഷം നെഗറ്റീവ് റിട്ടേൺസ് ഉണ്ടാക്കിയാലും ആ ഒരു മ്യൂച്വൽ ഫണ്ട് അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഹോൾഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്ക് മാർക്കറ്റും പരിപാടികളൊന്നും നിങ്ങൾക്ക് പറ്റിയ കാര്യമല്ല. അപ്പോൾ ആ ഒരു ഇമോഷണൽ ഡിസിപ്ലിൻ നിങ്ങൾ കാണിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ലോങ് ടേമിൽ നിങ്ങൾക്ക് റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റില്ല. നേരെ മറിച്ച് നിങ്ങൾ പൈസ എടുത്ത് പേടിച്ച് ഓടാനായിരിക്കും ചാൻസ്. അപ്പോൾ ആ ഇമോഷണൽ ഡിസിപ്ലിൻ തീർച്ചയായിട്ടും നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇതാണ് ലെവൽ 1 റിസ്ക് എന്ന് പറഞ്ഞാൽ. ഇനി ലെവൽ 2ലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി വലിയ റിസ്ക് ആണ് നമ്മൾ നോക്കുന്നത്. ഹലോ എവരിവൺ, അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിൻ്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ക്രാഷസ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു 8-10 വർഷം കൂടുമെങ്കിലും ഒരു വലിയ ക്രാഷ് വരും. ഫോർ എക്സാമ്പിൾ നമ്മൾ 2001 നോക്കുകയാണെങ്കിൽ .com ക്രാഷ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഓവറോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഓൾമോസ്റ്റ് 53% ആണ് താഴേക്ക് പോയത്. ഇപ്പോൾ ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം വാല്യൂന്ന് എത്ര താഴേക്ക് പോയി എന്നുള്ള കാര്യമാണ്. ഇവിടെ 53% ആണ് പോയിരുന്നത്. 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ എല്ലാ രാജ്യങ്ങളിലെയും സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോയി. അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിന് ഓൾമോസ്റ്റ് 60% ആണ് താഴേക്ക് പോയത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഈ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിന് മുമ്പ് ഓൾമോസ്റ്റ് 2007 നിങ്ങളുടെ പോർട്ട്ഫോളിയോ വാല്യൂ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നിങ്ങൾ ഇട്ട പൈസയുടെ വാല്യൂ 10 lakhs rupees ആണ് വിചാരിക്കുക. അടുത്ത 14 മാസം കൊണ്ട് ഓൾമോസ്റ്റ് ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ ആ പോർട്ട്ഫോളിയോ എത്ര ആയിട്ടുണ്ടാവും? 60% ഡൗൺ. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 4 lakhsലേക്ക് പകുതിയിലും താഴേക്ക് പോയിട്ടുണ്ടാവും. ഇത് 1-2 വട്ടം സംഭവിക്കുന്ന കാര്യമല്ല. പല വട്ടങ്ങളിലായിട്ട് ഇൻക്ലൂഡിങ് നമ്മുടെ കോവിഡ് ക്രാഷിൽ വരെ ഓൾമോസ്റ്റ് 40% ആണ് പോർട്ട്ഫോളിയോസ് എല്ലാവരുടെയും ഡിപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു ക്രാഷ് എന്ന് പറഞ്ഞ സംഗതിയും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഫീച്ചറാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു ക്രാഷ് എല്ലാ വർഷവും നടക്കുന്നില്ലെങ്കിലും വല്ലപ്പോഴും നടക്കുന്നൊരു സാധനമാണ്. നമ്മൾ ജനറലി നോക്കുകയാണെങ്കിൽ എല്ലാ ഒരു 8-10 വർഷം കൂടുമെങ്കിലും ഈ ഒരു ക്രാഷ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? ഇത് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുക ഒരു ക്രാഷ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ
ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എല്ലാ വർഷവും പോസിറ്റീവ് റിട്ടേൺസ് തരുമെന്നോ അല്ലെങ്കിൽ മോശമില്ലാത്ത രീതിയിൽ റിട്ടേൺസ് തരുമെന്നോ ഒരിക്കലും വിചാരിക്കരുത്. അടുത്തൊരു 10 വർഷത്തിൽ എപ്പോഴെങ്കിലും ഒരു ക്രാഷ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. ആ ഒരു എക്സ്പെക്ടേഷനോടെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്ന് മാത്രമല്ല ആ ക്രാഷിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റും. അങ്ങനെ ഇൻവെസ്റ്റഡ് ആയിട്ട് നിങ്ങൾ ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേമിൽ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും മ്യൂച്വൽ ഫണ്ടിൽ നിന്നും വെൽത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി ഇവിടെ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു അസറ്റ് അലോക്കേഷൻ ഫോളോ ചെയ്തിട്ട് ഈ ഒരു ഡ്രോ ഡൗണും കാര്യങ്ങളും കുറയ്ക്കാൻ പറ്റും. അസറ്റ് അലോക്കേഷൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് അസറ്റ് അലോക്കേഷനും എങ്ങനെയാണ് അതുവഴി നമുക്ക് ഈ ക്രാഷിൽ നിന്നുള്ള റിസ്ക് കുറയ്ക്കാന്നുള്ള കാര്യം അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ മൂന്നാമത്തെ ലെവൽ ഓഫ് റിസ്കിലേക്ക് പോവാം. ദാറ്റ് ഈസ് പീരീഡ് ഓഫ് നോ റിട്ടേൺസ്. ചില വർഷങ്ങളിൽ, ചില എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് വർഷങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസ് തരില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. 1992 മുതൽ ഓൾമോസ്റ്റ് 2004 വരെ നമ്മുടെ നിഫ്റ്റി കാര്യമായിട്ട് ഒരു റിട്ടേൺ തന്നിട്ടില്ല. 11 ഇയേഴ്സ് അനങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് താഴേക്ക് പോയില്ല എന്നല്ല, മുകളിലേക്ക് താഴേക്കൊക്കെ പോയി കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പോയിന്റും നമ്മൾ നോക്കുകയാണെങ്കിൽ റിട്ടേൺസ് ഉണ്ടാക്കിയത് 0% ആണ്. ഒബ്വിയസ്ലി അതിനുശേഷം നല്ല റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ 11 വർഷം ഉണ്ടാക്കാത്തതിൻ്റെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി റിട്ടേൺസ് അതിനുശേഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു 11 വർഷം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങളിട്ട പൈസ അനങ്ങിയിട്ടുണ്ടാവില്ല. എന്ന് മാത്രമല്ല ആ 11 വർഷത്തിൽ പല വർഷങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ നെഗറ്റീവിലായിരിക്കും കിടപ്പുള്ളത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മാത്രം ഫീച്ചറൊന്നുമല്ല. നമ്മൾ നാസ്ഡാക്ക് US ഒരു ഇൻഡെക്സ് ആണ്. അത് നോക്കുകയാണെങ്കിൽ 16 വർഷം 0 റിട്ടേൺസ് ഉണ്ടാക്കിയുള്ള പീരീഡ്സ് ഉണ്ടായിരുന്നു. പല യൂറോപ്യൻ മാർക്കറ്റ്സും ഏഷ്യൻ മാർക്കറ്റ്സും ഒക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള പീരീഡ്സ്, അതായത് നോ റിട്ടേൺസ് ഉള്ള പീരീഡ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താ? ഇതിന് 2 സൊല്യൂഷനാണ് ആക്ച്വലി ഉള്ളത്. ഒന്ന് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിംഗ് നിങ്ങൾ ഫോളോ ചെയ്യാം. അതിൻ്റെ ഏറ്റവും സിമ്പിൾ റൂട്ടാണ് SIP. SIP എന്താണെന്നും അതെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാം. SIP എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. മന്ത്ലി നിങ്ങൾ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഇടുക. അതെങ്ങനെയാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ഒരു 11 വർഷം ഞാൻ റിട്ടേൺ ഉണ്ടാക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ അത് നിങ്ങൾ ഈ ഒരു പോയിന്റിൽ, അതായത് ക്രാഷിൻ്റെ തൊട്ട് മുൻപ് നിങ്ങളുടെ ഫുൾ പൈസ കൊണ്ടിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താലേ ഈ 11 വർഷം നിങ്ങൾ റിട്ടേൺസ് ഉണ്ടാക്കിയില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ SIP വഴി എല്ലാ മന്തും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റമാറ്റിക് ആയിട്ടെങ്കിൽ നിങ്ങളുടെ ഈ മൊത്തം മാസങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് വിചാരിക്കാം. അപ്പം നിങ്ങളുടെ ഒരു ആവറേജ് വാല്യൂ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് അക്യുമുലേറ്റ് ചെയ്ത ഈ ഒരു ലെവലിലായിരിക്കും ഉണ്ടാവുക. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പോയിന്റ് വരെ മോശമില്ലാത്ത റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഭയങ്കര ഗംഭീര റിട്ടേൺസ് ഒന്നും ഇല്ലെങ്കിൽ ഡീസെൻ്റ് ആയിട്ടുള്ള റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യാൻ മാത്രമുള്ള റിട്ടേൺസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ റിട്ടേൺസ് ഉണ്ടാക്കി നിങ്ങൾ ഇൻവെസ്റ്റഡ് ആയി നിൽക്കുകയാണെങ്കിൽ പിന്നീട് വരാൻ പോകുന്ന ബുൾ മാർക്കറ്റിൽ നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ത്രൂ SIP ആണ് നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ഒരു രക്ഷ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങളെ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പിടിച്ചു നിർത്താൻ അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും ലോങ് ടേമിന് മാത്രമേ നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ. ഈ ലോങ് ടേം എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്ന 1 വർഷം 2 വർഷം എന്നാണ്. ഒരിക്കലും അല്ല. നിങ്ങൾ കണ്ട പോലെ തന്നെ ചിലപ്പോൾ 11 വർഷം 10 വർഷം ഒന്നും റിട്ടേൺസ് തരാതിരിക്കും. അപ്പോൾ ലോങ് ടേം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 10+ ഇയേഴ്സ് ആണ്. പക്ഷേ മിനിമം നിങ്ങൾ SIP വഴിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അത് 5 ഇയേഴ്സ് ആയിരിക്കണം. അപ്പോൾ 5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയിടരുത്. അതിന് ശേഷമുള്ള ഗോൾസിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കേണ്ടത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസറ്റ് അലോക്കേഷൻ കൂടി വെച്ചിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇനി നമുക്ക് 4ാമത്തെ ലെവൽ റിസ്കിലേക്ക് പോകാം. ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പേടി ഉണ്ടാക്കുന്ന റിസ്ക്. ദാറ്റ് ഈസ് നോ റിട്ടേൺസ് ഫോർ ഡെക്കേഡ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ 11 വർഷം 16 വർഷമൊക്കെ റിട്ടേൺസ് ഉണ്ടാക്കിയില്ല എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ 34 വർഷം റിട്ടേൺസ് ഉണ്ടാക്കിയില്ലെങ്കിലോ? ഈ ഒരു കാര്യമാണ് ജപ്പാൻ്റെ കേസിൽ നടന്നത്. ഇപ്പോൾ ജപ്പാനിലെ 1990 സമയങ്ങളിൽ ഒരു വലിയ ബബിൾ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ബബിൾ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റും റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റൊക്കെ ഭയങ്കര ഹൈ പ്രൈസസിലേക്ക് ആയ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു വലിയ ക്രാഷ് വന്നിട്ടുണ്ടായിരുന്നു. ആ ക്രാഷിന് ശേഷം 34 വർഷം എടുത്തു ജാപ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റിന് പഴയ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതായത് ആ 34 വർഷം ജപ്പാനിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരാൾ പോലും പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കേണ്ടത്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനും ഇത് സംഭവിച്ചാലോ? അടുത്ത 30 വർഷം അല്ലെങ്കിൽ 40 വർഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അനങ്ങിയില്ലെങ്കിലോ? നമുക്ക് റിട്ടേൺസ് ഒന്നും കിട്ടിയില്ലെങ്കിലോ? അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷേ ബേസിക്കലി ആ വീഡിയോയുടെ അവസാനം പറയുന്നത് അത്രേ ഉള്ളൂ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഒരിക്കലും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനത്തെ കാര്യങ്ങളിൽ. പക്ഷേ ചാൻസ് വളരെ കുറവാണ്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ആ വീഡിയോ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഇതിൻ്റെ സൊല്യൂഷൻ ജോഗ്രഫിക് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇടുന്ന പൈസ മുഴുവൻ, അത് FD ആണെങ്കിലും പോസ്റ്റ് ഓഫീസിലെ ഡെപ്പോസിറ്റ് ആണെങ്കിലും EPF PF ഒക്കെ ആണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുന്ന പൈസ ആണെങ്കിലും ഒക്കെ മിക്കവാറും ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സിലും അതുവഴി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുമാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോം ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സും സ്റ്റോക്സും ഒക്കെ പെർഫോം ചെയ്യുള്ളൂ. ഇന്ത്യൻ എക്കണോമിയും പൊളിറ്റിക്കൽ സിസ്റ്റവും ഒക്കെ സ്റ്റേബിൾ ആയിട്ട് പോയാൽ മാത്രമേ നമ്മുടെ FDസും PFും EPF ഒക്കെ സ്റ്റേബിളായി നിൽക്കുള്ളൂ. നാളെ ഈ ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, നാളെ എന്ന് പറഞ്ഞാൽ അടുത്ത 10 വർഷത്തിലോ 20 വർഷത്തിലോ 30 വർഷത്തിലോ ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങൾ നിങ്ങളിപ്പോൾ നേടാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവിടെയാണ് ജോഗ്രഫിക് അഥവാ ഇൻ്റർനാഷണൽ ഡൈവേഴ്സിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ തീർച്ചയായും മെല്ലെ മെല്ലെ നിങ്ങളുടെ പൈസ കോർപ്പസ് കൂടി വരുന്ന സമയത്ത്, മേ ബി ഒരു 50 lakhs to 1 crore ലെവലിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻ്റർനാഷണൽ ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വെച്ച് നമുക്ക് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സ് വഴി തന്നെ നമുക്ക് US-ലും ചൈനയിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇതുകൂടാതെ
ഗ്ലോബൽ മാർക്കറ്റ്സിൽ അതല്ലാത്ത മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സ് തന്നെ തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു സൊല്യൂഷൻ. രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും പാസ്റ്റിലെ റിട്ടേൺസ് ഫ്യൂച്ചറിൽ അതുപോലെ വരുന്നു നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. പാസ്റ്റിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ലോങ് ടേമിൽ 12% റിട്ടേൺസ് ഒക്കെ ആവറേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടും 12% കിട്ടുമെന്നുള്ള അസംഷൻ 100% സത്യമായിട്ട് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. ഒബ്വിയസ്ലി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഹെൽത്തും ഇന്ത്യൻ എക്കണോമിയുടെ ഹെൽത്തും നന്നായിട്ട് പോവുകയാണെങ്കിൽ അത് കിട്ടാനാണ് ചാൻസ് കൂടുതലുള്ളത്. പക്ഷേ അത് കിട്ടും, അതേ കിട്ടുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അങ്ങനെ നിർബന്ധം പിടിച്ചാൽ ഒരു പക്ഷേ നിങ്ങളൊരു വലിയ ട്രാപ്പിലേക്കായിരിക്കും വീഴുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള 4 ലെവൽ ഓഫ് റിസ്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ 4 ലെവൽസിൽ ആദ്യത്തെ 3 എന്തായാലും നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇതിൽ ആ 4ാമത്തെ കാര്യം, കുറേ ഡെക്കേഡ്സ് റിട്ടേൺസ് ഇല്ലാത്തൊരവസ്ഥ, അതുണ്ടാവാനുള്ള ചാൻസ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ വളരെ 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 കുറവാണെന്ന് പറയാം. അതുകൊണ്ട് ഇന്ത്യക്കൊരു ഫ്യൂച്ചർ ഉണ്ട്, ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ആദ്യത്തെ റിസ്ക്കായ വോളറ്റിലിറ്റി എന്തായാലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കാം. രണ്ടാമത്തെ റിസ്ക്കായ ക്രാഷുകൾ അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷം കൂടുമ്പോൾ ഒരെണ്ണമെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. മൂന്നാമത്തെ റിസ്ക് ലോങ് പീരീഡ് ഓഫ് നോ റിട്ടേൺസ്, 5, 6, 7, 10 വർഷമൊക്കെ ചിലപ്പം സ്റ്റോക്ക് മാർക്കറ്റ് അനങ്ങില്ല എന്നുള്ള എക്സ്പെക്ടേഷൻ തന്നെ പോവുക. അങ്ങനെ അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും പിന്നീട് ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ആ ഒരു റിസ്കിനെ കുറച്ചൊക്കെ ബൈപ്പാസ് ചെയ്യാൻ പറ്റും യൂസിങ് SIPs ആൻഡ് അസറ്റ് അലൊക്കേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തത്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെയധികം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ലൈഫിൽ യൂസ്ഫുൾ ആവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു നെഗറ്റീവായിട്ട് കാണിക്കാനല്ല ഈ വീഡിയോയുടെ ഉദ്ദേശം. റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. ഈ ഒരു അപ്രോച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റെങ്കിലും ഇടുക. ഓൾസോ നെക്സ്റ്റ് എന്ത് വീഡിയോ ആണ് വേണ്ടതെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.